ഹലോ എല്ലാവർക്കും നമസ്കാരം. വി ജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് മുതൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ആക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ 4 പാർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ ചാനലിൽ 4 പാർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു റിവിഷനാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തത്, അതൊന്നുകൂടി നമ്മൾ ആ 4 വീഡിയോസിൽ പറഞ്ഞ കണ്ടന്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് നേരെ ഇന്നത്തെ ഒരു റിവിഷൻ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് മുതൽ തന്നെ നമുക്ക് സെറ്റാക്കി മാറ്റാം. റെഡിയാണല്ലോ? അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്? അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും, ആ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ പാലിക്കപ്പെടേണ്ട എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇതൊക്കെ സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതോടൊപ്പം തന്നെ പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും എന്തൊക്കെയാണ് എന്നിവ നിർവചിക്കുന്ന അടിസ്ഥാന രേഖയാണിത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മളുടെ ഓരോ പൗരനും ഒരു അവകാശങ്ങളുണ്ട്, ഒരുപാട് അവകാശങ്ങളുണ്ട്. അവരുടെ മൗലിക കടമകളുണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ ഒരു ഭരണഘടന എന്താണ് എന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ബേസിക് ആയിട്ട് പറയേണ്ട കാര്യം ഇതാണ് അല്ലേ? സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണ് ഭരണഘടന. ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഭരണഘടനയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തരത്തിലുള്ള ഭരണഘടനയുണ്ട്. ഏതൊക്കെയാണ് ആ 2 തരത്തിലുള്ള ഭരണഘടന എന്ന് ചോദിച്ചാൽ, നമ്മൾ ഭരണഘടന എടുക്കുമ്പോൾ ഭരണഘടന 2 തരത്തിലാണുള്ളത്. ഒന്ന് എഴുതപ്പെട്ട ഭരണഘടനയും അതോടൊപ്പം തന്നെ എഴുതപ്പെടാത്ത ഭരണഘടനയുമുണ്ട്. എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടന. ഈ എഴുതപ്പെട്ട ഭരണഘടനയാണ് ലിഖിത ഭരണഘടന. അതോടൊപ്പം തന്നെ എഴുതപ്പെടാത്ത ഭരണഘടന അലിഖിത ഭരണഘടനയാണ്. അപ്പൊ ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയുണ്ട്. ഈ ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ലിഖിത ഭരണഘടന. അലിഖിത ഭരണഘടന അഥവാ എഴുതപ്പെടാത്ത ഭരണഘടന, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതല്ല അലിഖിത ഭരണഘടന. അതേ ഉള്ളൂ അർത്ഥമുള്ളൂ. അല്ലെ, എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മറ്റു വിചാരിക്കരുത്, കൃത്യമായി ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതല്ല അലിഖിത ഭരണഘടന. അപ്പൊ അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതല്ലാത്തതാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. പക്ഷെ കൃത്യമായ ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ലിഖിത ഭരണഘടന. അങ്ങനെ തയ്യാറാക്കാത്തതാണ് അലിഖിത ഭരണഘടന. ഇപ്പൊ സെറ്റാണല്ലോ? അപ്പൊ അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എഴുതപ്പെട്ട ഭരണഘടന, നോക്കൂ, ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ് നമ്മുടേത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെതാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അല്ലേ? എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയും നിലവിലുണ്ട്. ഇനിയും നോക്കൂ, എഴുതപ്പെടാത്ത ഭരണഘടന എന്നത് ഒരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതല്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, സാറേ അങ്ങനെയാണെങ്കിൽ ഈ എഴുതപ്പെടാത്ത ഭരണഘടനയിൽ അല്ലെങ്കിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്?
എടാ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അലിഖിത ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടനയിലെ കോടതി വിധികൾ, രാജ്യശാസനകള്, ഭരണഘടനാ നിയമങ്ങൾ, ചട്ടങ്ങൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. കണ്ടോ, ഇതൊക്കെ ചേർത്തുകൊണ്ടാണ്, ഇതൊക്കെയാണ് എന്തിലുള്ളത്, എഴുതപ്പെടാത്ത ഭരണഘടനയില് ഇതൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയില് എന്തൊക്കെയാണുള്ളത്? കീഴ്വഴക്കങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, കോടതി വിധികളുണ്ട്, ഭരണഘടനാ നിയമങ്ങളുണ്ട്. അതൊക്കെ ചേർത്തുകൊണ്ടുള്ളതാണ് എഴുതപ്പെടാത്ത ഭരണഘടന. അതൊരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതല്ല. നോക്കൂ, ഇവിടെ ഞാൻ കൃത്യമായത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്നാണ് ലിഖിത ഭരണഘടന, മറ്റതാണ് അലിഖിത ഭരണഘടന. ഈ ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലിഖിത ഭരണഘടന ഉള്ള രാജ്യങ്ങളുടെ ലിസ്റ്റാണിത്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ചാർട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ചാർട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണം. എഴുതപ്പെട്ട ഭരണഘടന അഥവാ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇന്ത്യയുടേത് എന്താണ്? ലിഖിത ഭരണഘടനയാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഇതൊക്കെ എന്താണ്? ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അമേരിക്ക ആദ്യ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് കേട്ടോ. ആദ്യ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. അപ്പൊ ലിഖിത ഭരണയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ലിഖിത ഭരണഘടനയാണ്. നോക്കൂ, ഇന്ത്യ ലിഖിത ഭരണഘടനയാണ്. അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയ, ബ്രസീല്, ദക്ഷിണ ആഫ്രിക്കയുണ്ട്. ഇനി അലിഖിത ഭരണഘടന, അതായത് കൃത്യമായി ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതല്ല അലിഖിത ഭരണഘടന. അപ്പൊ അലിഖിത ഭരണഘടന അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടന, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെടാത്ത ഭരണഘടന ഏതൊക്കെ രാജ്യങ്ങളിലാണുള്ളത്? വേഗം പറയൂ. എഴുതപ്പെടാത്ത ഭരണഘടന ഏതൊക്കെ രാജ്യങ്ങളിലാണുള്ളത്? ബ്രിട്ടൻ ഉണ്ട്. ബ്രിട്ടനിൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ഇസ്രായേൽ ഉണ്ട്, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. അപ്പം അവിടെ 4 രാജ്യങ്ങളാണ്. കൃത്യമായി നിങ്ങൾ പഠിക്കണം ഏതൊക്കെയാണ്. ബ്രിട്ടൻ ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്? എഴുതപ്പെടാത്ത ഭരണഘടനയാണ് എന്നുള്ളത് നിങ്ങൾ സെറ്റാക്കുക. ഇതൊരു പുസ്തകത്തിലെ ഒരു ചാർട്ടാണ് കേട്ടോ. അത് അതേപടി എടുത്തു തന്നിരിക്കുകയാണ്. നോക്കൂ, ഇനി ഒരു പോയിന്റ് ആണ് പറയുന്നത്. ആദ്യ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് അല്ലെ? ആദ്യ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. പക്ഷെങ്കിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? അത് നമ്മുടെ ഇന്ത്യയുടേതാണെന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എടാ ഞാൻ കൃത്യമായി ചോദിച്ചോട്ടെ, നമുക്ക് ഇന്ത്യക്ക് എന്താണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിൽ ആർക്കും സംശയം ഇല്ലല്ലോ? സംശയം ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നു. എന്താണ്? 1947 ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. അതിനു മുമ്പ്, അന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതാണ്, അതിനു മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നു. അതെപ്പോഴാണ്? എടാ നോക്കൂ, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പൂർണ്ണ സ്വരാജ്. എടാ ഈ പൂർണ്ണ സ്വരാജ് എന്താണ്? എടാ 1929 ഒരു ലാഹോർ സമ്മേളനം നടക്കുകയാണ്. ആ വർഷം നിങ്ങൾ ഓർത്തു വെക്കണം. ഈ വർഷം 29 എന്നുള്ള വർഷം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 1929 അവിടെ ലാഹോർ സമ്മേളനം നടക്കുകയാണ്. ആ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ആ 1929 ലാഹോർ സമ്മേളനത്തില് അധ്യക്ഷനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷം 1929. ആ 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച് ഈ പൂർണ്ണ സ്വരാജ് ആഘോഷിച്ച വർഷം 1930 ജനുവരി 26. അതായത് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ എടാ 1930 ജനുവരി 26 തീയതി ഇന്ത്യയിലെ ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആഘോഷിച്ചു. എങ്കിൽ
എന്താണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഓരോരുത്തരെയും തല്ലിച്ചതയ്ക്കുകയായിരുന്നു ചെയ്തത്. പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിച്ചതായിരുന്നു പൂർണ്ണ സ്വരാജ്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ തല്ലിച്ചതച്ചു. അപ്പം 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അദ്ദേഹം പൂർണ്ണ സ്വരാജ് 1929 പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 1930 ജാനുവരി 26 പൂർണ്ണ സ്വരാജ് ആഘോഷിക്കുകയാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് സെറ്റായല്ലോ. പൂർണ്ണ സ്വരാജ് എന്നാണ് പ്രഖ്യാപിച്ചത്? ഏത് സമ്മേളനമാണ്? ആരാണ് അധ്യക്ഷൻ? എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, ചോദ്യങ്ങൾ വരും. ഇനി അടുത്ത നമ്മളൊരു വ്യക്തിയെ പഠിക്കുകയാണ് മക്കളെ, MN റോയ്. എടാ അന്ന് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്ത 3 കാര്യങ്ങളുണ്ട്, 3 പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു? എടാ ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലേ? സ്വാതന്ത്ര്യം വേണം. അതോടൊപ്പം തന്നെ എന്താണ്, നമുക്കൊരു ഭരണഘടന നിർമ്മിക്കണം. കാരണം പെട്ടെന്ന് ഒരു ദിവസം ഒരു സ്വാതന്ത്ര്യം ലഭിച്ചാലുള്ള പ്രശ്നം എന്താ? എടാ പണ്ട് ഇവിടെ രാജ്യഭരണമല്ലേ നിലനിന്നിരുന്നത്. അപ്പൊ പെട്ടെന്ന് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നാൽ ആ രാജ്യഭരണം തന്നെ തിരിച്ചെത്താൻ ചാൻസ് ഉണ്ട്. അപ്പം പെട്ടെന്നൊരു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ എഴുതി വെക്കുന്ന ഭരണഘടന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യം വേണം. അതോടൊപ്പം തന്നെ 1939 മുതൽ 1945 വരെ ഒരു സംഭവം നടന്നു. എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? യെസ്, എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവന്റുകളായിട്ട് നടക്കുന്നത്. സ്വാതന്ത്ര്യം വേണം, ഭരണഘടന വേണം, ആ സമയം തന്നെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധവും നടക്കുന്നു. റെഡിയാണല്ലോ? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ MN റോയ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? എടാ ഈ MN റോയ് ആണ് ഭരണഘടന രൂപീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് MN റോയ്. ചോദ്യം വരും, ഭരണഘടന വേണമെന്ന് ആദ്യമായി അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് MN റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ CPI ഇല്ലേ, CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ആ CPIയുടെ സ്ഥാപകനാണ്. അപ്പൊ ഇദ്ദേഹം എഴുതിയ ഒരു ബുക്കിന്റെ പേരാണ്, MN റോയ് എഴുതിയ ഒരു ബുക്കിന്റെ പേരാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇദ്ദേഹത്തിന്റെ പത്രമാണ് ഇന്ത്യൻ പാട്രിയറ്റ്. ഇദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരാണ് ഇന്ത്യൻ പാട്രിയറ്റ്. ഇദ്ദേഹം ജനകീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി ഇത്രയും പോയിന്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഏറ്റവും മെയിൻ ആയിട്ട് ഇതാണ്, ഭരണഘടന വേണമെന്ന് ആദ്യമായി അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിക്കണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ, ഇന്ത്യൻ പാട്രിയറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ പത്രം. ഇദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകം. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചതും ആരാണ്? ഇദ്ദേഹമാണ്. ചോദ്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിലെ MN റോയുമായിട്ട് യോജിച്ചവ ഏവ, യോജിക്കാത്തത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. എടാ ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് MN റോയ് എങ്കില് സ്വരാജ് പാർട്ടി വരികയാണ്. ഈ സ്വരാജ് പാർട്ടി ആരാണ്? എടാ ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യം ഉന്നയിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പം ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് MN റോയ് ആണ്. ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായി പറഞ്ഞ പാർട്ടി ഏതാണ്? ആവശ്യമുന്നയിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഈ സ്വരാജ് പാർട്ടി നിലവിൽ വരുന്നത് എന്താണ്? 1923 ജനുവരി 1 ഇത് നിലവിൽ വന്നത്. ഈ പാർട്ടി വരുന്നത് നിലവിൽ വന്നത് ഈ പാർട്ടി, അതായത് സ്വരാജ് പാർട്ടി 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി നിലവിൽ വരുന്നത്. എന്നാ ഡേറ്റ് ഓർത്ത് വെക്കണ കൃത്യമായിട്ട്, 1923 ജനുവരി 1. അന്ന് ഈ സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യ സെക്രട്ടറി ആരായിരുന്നു എന്നുള്ള പഠിച്ചു വെക്കണം. എടാ ആദ്യ പ്രസിഡന്റ് ആണ് CR ദാസ്. ആദ്യ പ്രസിഡന്റിന്റെ പേരെന്താണ്? CR ദാസ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യ സെക്രട്ടറിയുടെ പേരെന്താണ്? എടാ ആദ്യ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു ആണ്. അപ്പോൾ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വരുന്നു. സ്വരാജ് പാർട്ടി എന്താണ്? ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യം ഉന്നയിച്ച പാർട്ടി
സ്വരാജ് പാർട്ടിയാണ്. 1923 ജനുവരി 1-നാണ് എടാ എല്ലാവരും ഓർത്തിരിക്കടാ സ്വരാജ് പാർട്ടി വരുന്നത്. അങ്ങനെ സ്വരാജ് പാർട്ടി എത്തി. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റായിട്ട് CR ദാസിനെയും ആദ്യ സെക്രട്ടറിയായി ആരെയും കൊണ്ടുവരുന്നു? മോത്തിലാൽ നെഹ്റുവിനെയും കൊണ്ടുവരികയാണ്. റെഡിയാണല്ലോ? അപ്പം ചോദിക്കും, ആദ്യ പ്രസിഡന്റ് ആരാണ്, ആദ്യ സെക്രട്ടറി ആരാണ്? എടാ അപ്പോൾ അന്ന് ഇന്ത്യ കൂടുതൽ കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് INC ആണ് അല്ലേ? അപ്പം പൊതുവെ ഇങ്ങനെ എന്താണ് ഭരണഘടന വേണമെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ എന്താണ് ഇന്ത്യയിൽ വിപുലമാകുമ്പോൾ കൃത്യമായി INC-യിൽ അതിൻ്റെ ഒരു ചർച്ച നടക്കും അല്ലേ? അപ്പോൾ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അതിൻ്റെ ചർച്ച നടന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ചർച്ച ചെയ്ത INC സമ്മേളനം ഏതായിരുന്നു എന്നുള്ള ചോദ്യം വരും. അത് 1934-ലെ ബോംബെ സമ്മേളനമാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി ചർച്ച മാത്രമേ അന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ചർച്ച ചെയ്ത ആദ്യ INC സമ്മേളനം എന്ന് പറയുന്നത് 1934-ലെ ബോംബെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? രാജേന്ദ്ര പ്രസാദ് ആ സമ്മേളനത്തിന്റെ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. റെഡിയല്ലേ? അപ്പം 1934-ലാണ് ഇത് നടന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ എടാ ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായി തീരുമാനിച്ച INC സമ്മേളനം എന്ന് പറയുന്നത് അത് ഫൈസാപൂർ സമ്മേളനമാണ്. അതായത് നമുക്ക് കൃത്യമായി ഒരു ഭരണഘടന വേണം എന്ന് തീരുമാനിച്ച INC സമ്മേളനം, കൃത്യമായ ഒരു ഭരണഘടന വേണമെന്ന് തീരുമാനിച്ച INC സമ്മേളനം എന്ന് പറയുന്നത് ഫൈസാപൂർ സമ്മേളനമാണ്. ഈ ഫൈസാപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ സമ്മേളനം നടന്നത്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ INC-യുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. INC-യുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കാര്യങ്ങൾ പഠിക്കണം? രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, INC-യുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബോംബെ സമ്മേളനമാണ്. ബോംബെ സമ്മേളനം എന്തായിരുന്നു എന്ന് പഠിക്കണം. ബോംബെ സമ്മേളനം 1934-ലായിരുന്നു. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ബോംബെ സമ്മേളനം നടക്കുന്നു. ആ ബോംബെ സമ്മേളനമാണ് നമ്മുടെ ഭരണഘടനാ സഭയെ പറ്റി ചർച്ച ചെയ്ത ആദ്യ INC സമ്മേളനം. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഫൈസാപൂർ സമ്മേളനമാണ്. ആരുടെ അധ്യക്ഷതയിൽ? ഫൈസാപൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1937-ലായിരുന്നു. അന്ന് നമ്മുടെ ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായി തീരുമാനിച്ച INC സമ്മേളനമാണ് ഫൈസാപൂർ സമ്മേളനം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം നിങ്ങൾ സെറ്റ് ആക്കണടാ. പിന്നെ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബോംബെ സമ്മേളനം രാജേന്ദ്ര പ്രസാദ്, ഫൈസാപൂർ സമ്മേളനം ആര്? വേഗം പറയൂ. ജവഹർലാൽ നെഹ്റു. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ആകെ പ്രശ്നമാകുകയാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതായത് ഈ ഒരു ആക്ട് എന്താണ് ഇത് വരാൻ കാരണമെന്ന് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞിരുന്നു അന്ന് 3 കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, ഭരണഘടന വേണം. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം വരികയാണ്. അപ്പോൾ ആ 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം വരുമ്പോൾ ഒരു ജപ്പാൻ എന്ത് ചെയ്യുകയാണ്? ജപ്പാന് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുകയാണ്. ജപ്പാൻ ബ്രിട്ടീഷിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം തരാൻ, ജപ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യം ബ്രിട്ടീഷ് പോലുള്ള രാജ്യത്തിനെ വെല്ലുവിളിക്കുമ്പോൾ അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ജപ്പാൻ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചപ്പോൾ ബ്രിട്ടീഷുകാരൊന്നും ഭയന്നു. അങ്ങനെ ഭയക്കാൻ കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഇന്ത്യയിൽ ഒരുപാട് ബ്രിട്ടീഷ് കോളനികളുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ജപ്പാന് ഇന്ത്യയിലെത്തി ബ്രിട്ടീഷ് കോളനികൾ ആക്രമിക്കുകയാണെങ്കിൽ അതായത് ജപ്പാൻ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയിലെത്തി ഓരോ ബ്രിട്ടീഷ് കോളനികളും ആക്രമിക്കുകയാണെങ്കിൽ നേരിടാനായിട്ട് ബ്രിട്ടീഷിന്റെ കയ്യിൽ
നേരിടാൻ ബ്രിട്ടീഷുകാർക്ക് ആരുടെ സപ്പോർട്ട് വേണം? ഇന്ത്യയുടെ സപ്പോർട്ട് വേണം അല്ലേ? അപ്പൊ ജപ്പാന് ഇന്ത്യയിലെത്തി ബ്രിട്ടീഷ് കോളനികൾ ആക്രമിക്കുമ്പോൾ നേരിടണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം? ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണം. പക്ഷെ ഇന്ത്യക്കാരെന്താണ് പറഞ്ഞത്? നമ്മൾ പഠിച്ചു, പൂർണ്ണ സ്വരാജ് വന്നു അല്ലേ? പൂർണ്ണ സ്വരാജ് വന്നപ്പോൾ 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായിട്ട് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ തല്ലിച്ചതയ്ക്കുകയാണ്. അപ്പൊ ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഇന്ത്യക്കാര് ഒരു ദൃഢനിശ്ചയം എടുത്തു. എന്താണ്? നല്ല നിയമങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ, അതായത് നല്ല നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുക പോലും ചെയ്യത്തുള്ളൂ എന്ന് ഇന്ത്യക്കാർ പറഞ്ഞു. അപ്പൊ അന്ന് ഈ ഇന്ത്യക്കാരുടെ ഒരു സപ്പോർട്ട് ബ്രിട്ടീഷുകാർക്ക് വേണമായിരുന്നു. അന്ന് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കാരണം അന്ന് ഇന്ത്യക്കാർ പറഞ്ഞിരുന്നു, നല്ല നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാൽ മാത്രമേ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുക പോലും ചെയ്യത്തുള്ളൂ എന്ന് ഇന്ത്യക്കാർ പറഞ്ഞിരുന്നു അല്ലേ? യെസ്, ഓക്കേടാ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാര് 1930-35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരികയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക, നമുക്ക് ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വിവരാവകാശ നിയമമുണ്ട്. അപ്പൊ ഈ വിവരാവകാശ നിയമത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമം 2005 എന്നാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു നിയമം പറയാം, പോസ്കോ നിയമം 2012 എന്നാണ് അല്ലേ? അപ്പൊ ഞാനിപ്പം വിവരാവകാശ നിയമം 2005, ഈ വർഷം കൂട്ടിയാണ് ഒരു നിയമം നമ്മൾ പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പൊ ഈ 2005 എന്നുള്ള വർഷം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എടാ, ഈ 2005 എന്ന വർഷം സൂചിപ്പിക്കുന്നത് ആ നിയമം കൊണ്ട് പാസാക്കിയ വർഷമാണ്. ആ നിയമം പാസാക്കിയ വർഷമാണ്. മനസ്സിലായോ? ഏതൊരു നിയമവും അങ്ങനെയാണ്. റെഡിയാണല്ലോ? അപ്പൊ അങ്ങനെയെങ്കിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ പാസ്സാക്കിയത് എന്നാണ്? എടാ, അത് പാസ്സാക്കിയത് 1935 തന്നെയാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. നോക്കൂ, നമുക്കിനിയിപ്പോൾ ഈ നിയമത്തിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ഒരു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് 321 വിഭാഗവും 10 പട്ടികയും ചേർന്നതായിരുന്നു ഈ ആക്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് 321 വിഭാഗവും 10 പട്ടികയുമുണ്ട്. ഇത് പാസ്സാക്കിയത് എന്നാണ്? ഞാൻ പറഞ്ഞു, എടാ, ആ നിയമത്തിന്റെ കൂടെയുള്ള വർഷം അത് പാസ്സാക്കിയ വർഷമാണ്. അപ്പം ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1935 തന്നെയാണ്. അപ്പം ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? അപ്പൊ നിങ്ങൾ ഞെട്ടും, വൈസ്രോയോ? ഇതെന്താണ് ആരാ ഈ വൈസ്രോയി? എടാ, ഒന്നുമില്ല, ബ്രിട്ടീഷുകാരുടെ നേതൃസ്ഥാനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈസ്രോയി. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണാധികാരിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈസ്രോയി എന്ന്. റെഡിയാണല്ലോ? അപ്പൊ അന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ആര്? വെല്ലിംഗ്ടൺ പ്രഭു. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടൊന്ന് ഇറങ്ങിയവര് പേടിക്കണ്ട. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മാറും. ഒരു പ്രശ്നവും ഇല്ല. റെഡിയാണല്ലോ? ഞാൻ ഈ തന്ന പോയിന്റ് മാത്രം മതി, ഇത് സെറ്റാണ്. ഈ പോയിന്റ് എഴുതി വെച്ചാൽ മതിയാവും. റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? വെല്ലിംഗ്ടൺ പ്രഭു. എടാ, ഒരു നിയമം പാസ്സാക്കി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അത് പാസ്സാക്കി. ഇനി ഈ ഒരു ആക്ട് നിലവിൽ വരണമല്ലോ, അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? അപ്പൊ ഇത് നിലവിൽ വരണ്ടേ? അപ്പൊ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് എന്താണ്? 1937 അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്
1937 ആയിരുന്നു. അപ്പോൾ 1937 ആയപ്പോഴേക്കും വൈസ്രോയി മാറി. അതായത് ബ്രിട്ടീഷ് ഭരണാധികാരിയെ വിളിക്കുന്ന പേരാണ് വൈസ്രോയി എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ വൈസ്രോയി മാറി. വൈസ്രോയി ആരായി? ലില്ലിത് ഗോയായി. വൈസ്രോയി ആരായി? ലില്ലിത് ഗോയായിട്ട് മാറിയിട്ടുണ്ട്. അത് ഓർത്തു വെക്കണം. അപ്പോൾ 1937 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഇനി അത് നിലവിൽ വന്നത് 1937 നമ്മുടെ ഈ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. അപ്പോഴേക്കും വൈസ്രോയി മാറി. വൈസ്രോയി ആരായി? ലില്ലിത് ഗോയായി. ഓർത്തു വെക്കണേ, ലില്ലിത് ഗോയായി. ഇനി അടുത്ത നോക്കിയേ. എടി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്. കാരണം നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. നമ്മുടെ ഭരണഘടനയിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് ഈ നിയമം അറിയപ്പെടുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവർ ഈ ആക്റ്റിൽ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് സീനാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഇത് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കിയെടുക്കാം. റെഡിയാണല്ലോ? ഇനി ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ദ്വിഭരണം കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കാരണമായി. ദ്വിഭരണം കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കാരണമായി. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും, ഈ ദ്വിഭരണം എന്താണ് ഈ സംഭവം, ദ്വിഭരണം എന്താണെന്ന് നിങ്ങൾക്ക് സംശയം വരും. സംശയമില്ലേ വരണം കേട്ടോ. സാധാരണ സംശയമൊക്കെ വരാറുണ്ട്. എനിക്ക് സംശയം വന്നിരുന്നു. പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് സംശയം വന്നിരുന്നു. ദ്വിഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പത്തെ നമ്മുടെ ഭരണം അത് തന്നെയാണ് ദ്വിഭരണം. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാ? നമ്മുടെ ഇന്ത്യ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. നിങ്ങൾ ഇമാജിൻ ചെയ്യും നമ്മുടെ ഇന്ത്യ ആണെന്ന്. അപ്പൊ ഇവിടെ നമ്മുടെ കേരളമുണ്ട്. റെഡിയാണല്ലോ? അപ്പൊ കേരളം എന്താണ്? UDF ഗവൺമെന്റ് ഭരിക്കുകയാണ് അല്ലെ? കേരളം UDF ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഇനിയും കേരളം പോലെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഇനി ഈ ഓരോ സംസ്ഥാനങ്ങളിലും ഒരു ഭരണമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ UDF ഗവൺമെന്റ് ഭരിക്കുന്നു. വേറെ സംസ്ഥാനങ്ങളിൽ വേറെ ഓരോ ഭരണങ്ങളുണ്ട്. ഇനി ഈ ഓരോ സംസ്ഥാനത്തിനെയും കൺട്രോൾ ചെയ്ത് കേന്ദ്രത്തിൽ ഒരു ഭരണമുണ്ട്. കേന്ദ്രത്തിൽ എന്താണ്? BJP ഗവൺമെന്റിന്റെ ഭരണമുണ്ട്. അതല്ലേ ഇപ്പൊ കറണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അല്ലേ? കറണ്ട് അത് തന്നെയാണ് ദ്വിഭരണം. പക്ഷെ പണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഇത് നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അന്ന് സംസ്ഥാനങ്ങളെന്നല്ല നമ്മൾ പറയുന്നത്. അന്ന് നമ്മൾ സംസ്ഥാനങ്ങൾക്ക് പകരം പറയുന്ന പേരാണ് പ്രവിശ്യ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും എന്താ ഈ പ്രവിശ്യ എന്ന് ചോദിക്കും. പ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്നോടിപ്പം ചോദിക്കുക സാറേ എന്താ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതുപോലെയുള്ളൂ. അതായത് ഇന്നത്തെ സംസ്ഥാനമാണ് പണ്ടത്തെ പ്രവിശ്യ. അപ്പൊ അന്ന് പ്രവിശ്യകളായിരുന്നു. അപ്പൊ ഈ പ്രവിശ്യയിൽ ഒരു ഭരണമുണ്ട്. അന്ന് പണ്ട് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാല് ഇവിടെ ശ്രദ്ധിക്ക്. പണ്ട് പ്രവിശ്യയിൽ ഒരു ഭരണമുണ്ട്. പ്രവിശ്യയിൽ ഒരാൾ ഭരിക്കും. ഇനി ഈ പ്രവിശ്യയുടെ തൊട്ടു മുകളിൽ ആര് ഭരിക്കും? ഈ പ്രവിശ്യയുടെ തൊട്ടു മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിക്കും. ബ്രിട്ടീഷ് ആളുകൾ തൊട്ടു മുകളിൽ ബ്രിട്ടീഷ് ആളുകൾ ഭരിക്കും. അങ്ങനെയായിരുന്നു പണ്ടത്തെ ദ്വിഭരണം. പക്ഷേ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതോടുകൂടി ഈ തൊട്ടു മുകളിലുള്ള ഈ ഭരണം അങ്ങ് മാറിയിട്ട് ആ ദ്വിഭരണം എന്ത് ചെയ്തു? നേരെ കേന്ദ്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഓരോ പ്രവിശ്യകളുണ്ട്. ആ ഓരോ പ്രവിശ്യകളെ കൺട്രോൾ ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ദ്വിഭരണം കേന്ദ്രത്തിലേക്ക് ആക്കി. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഓരോ പ്രവിശ്യകൾക്കും എന്താണ്? സ്വയമായിട്ട് ഭരിക്കാനായിട്ടുള്ള ഒരു അവകാശം നൽകി. അതാണ് സംഭവം. അപ്പൊ റെഡിയാണല്ലോ? അപ്പൊ ദ്വിഭരണം എന്താന്ന് മനസ്സിലായല്ലോ? അത് മാത്രമേ ഞാനിവിടെ സെറ്റ് ആക്കുന്നുള്ളൂ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. പ്രവിശ്യകൾക്ക് സ്വയം ഭരണാധികാരം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്താ ഈ പ്രവിശ്യ? അപ്പൊ ഞാൻ പറഞ്ഞു പണ്ടത്തെ പ്രവിശ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംസ്ഥാനം തന്നെയാണ് പണ്ടത്തെ പ്രവിശ്യ. അപ്പം ഈ ദ്വിഭരണം കേന്ദ്രത്തിലോട്ട് മാറ്റിയത് കൊണ്ട് തന്നെ പണ്ട് എങ്ങനെയായിരുന്നു? ഒരു പ്രവിശ്യയുടെ തൊട്ട് മുകളിൽ ബ്രിട്ടീഷ് ഭരണം അങ്ങനെയായിരുന്നു. അത് മാറ്റി അത് കേന്ദ്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ പ്രവിശ്യകൾക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഒരു അധികാരം ലഭിച്ചു.
റെഡിയാണല്ലോ? റെഡിയാണ്. ഇപ്പത്തെ പോലെ ഇപ്പം നമ്മുടെ കേരളത്തിൽ UDF ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടല്ലോ. ആ UDF ഗവൺമെന്റിന് ഓരോ ഓരോ എന്താണ് സ്വയമായിട്ട് ഭരിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ, ഉണ്ട്. കേന്ദ്രത്തിൽ BJP ഗവൺമെന്റ് ഭരിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതാണ് ദ്വിഭരണം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ്. മനസ്സിലായല്ലോ? യെസ്. ഇനിയും ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായി, എടാ പ്രവിശ്യക്ക് സ്വയം ഭരണാധികാരമൊക്കെ ലഭിച്ചു, പക്ഷെ ഈ പ്രവിശ്യയിൽ ഒരാൾ ഭരിക്കണ്ടേ? അപ്പോൾ ഒരാൾ ഭരിക്കണമെങ്കിൽ എങ്ങനെയാണ്? അവിടെ തിരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായി. എന്നാ അത് 1937 ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ജനാധിപത്യത്തിന് അടിത്തറ പാകിയ ഒരു ആക്ട് കൂടിയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ജനാധിപത്യത്തിന് അടിത്തറ പാകുകയാണ്. ഇനിയും ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സംവരണം നൽകിയിട്ടുണ്ട്. അതായത് സ്ത്രീകള്, തൊഴിലാളികള്, ദുർബല വിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ സംവരണം ചെയ്തു. അപ്പൊ 3 കാറ്റഗറി ആയിട്ടുള്ള ആളുകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. ഒന്ന് സ്ത്രീകള്, പിന്നെ തൊഴിലാളികള്, ദുർബല വിഭാഗങ്ങൾ. റെഡിയാണല്ലോ? അങ്ങനെ കേന്ദ്രത്തിലും 6 പ്രവിശ്യകളിലുമായി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പൊ കേന്ദ്രത്തിലൊക്കെ നമുക്കറിയാം എന്താണ്, നമുക്ക് എന്താണ് രാജ്യസഭയിൽ ലോക്സഭയില്ലേ, അത് എന്ന് പറയുന്ന പോലെ എന്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അതായത് ഒന്നുമില്ല, ഇപ്പൊ പ്രവിശ്യകൾക്ക് സ്വയം ഭരണാധികാരം ലഭിച്ചല്ലോ. അതായത് ഓരോ പ്രവിശ്യക്കും സ്വന്തമായിട്ട് ഭരിക്കാം. അപ്പൊ സ്വന്തമായിട്ട് ഇവർ എവിടെ നിന്നാ ഭരിക്കുന്നത്? നിയമസഭയിൽ നിന്നല്ലേടാ ഭരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ UDF ഗവൺമെന്റ് അവർ നിയമസഭയിൽ നിന്നല്ലേ ഭരിക്കുന്നത്. അപ്പം അവിടെ ഒരു സഭ രൂപീകരിക്കണം. അപ്പൊ കേന്ദ്രത്തിലും പ്രവിശ്യകളിലും 6 പ്രവിശ്യകളിലും ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് രൂപീകരിച്ചത്. റെഡിയാണല്ലോ? അത് നിങ്ങൾ സെറ്റാക്കി വെക്കുക. അങ്ങനെ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായി അധികാരങ്ങൾ വിഭജിച്ചു. അപ്പം പ്രവിശ്യകൾക്കും എന്താണ്, അവർക്ക് തീരുമാനങ്ങൾ നിശ്ചയിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാം. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനും എന്താണ്, അതിനൊരു കൺട്രോൾ ഉണ്ട്, അവർക്കും കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം എന്താണ്, വിഭജിച്ച് നൽകുകയാണ് ചെയ്തത്. സെറ്റ് ആയോ നിങ്ങൾക്ക്? ഞാനിത് അത്യാവശ്യം കുറച്ച് സ്പീഡിൽ പോയി, കാര്യം നമ്മളിതൊന്ന് റിവിഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഇത് സെറ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ 4 പാർട്ട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്നും കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ പോലും ഇന്നത്തെ ഈ വീഡിയോ കണ്ടാൽ സെറ്റ് ആകും, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് റെഡിയായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. റെഡിയാണല്ലോ? അപ്പൊ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് അധികാരങ്ങൾ വിഭജിച്ചു നൽകി. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 6 പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് കൊണ്ടുവന്നത്. റെഡിയാണല്ലോ? അപ്പൊ ഇത്രയൊക്കെ ആക്ട് വന്നപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇതിനോട് പറഞ്ഞ എന്താണ്? ജവഹർലാൽ നെഹ്റു പറയുകയാണ്, ശക്തമായ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്നുകൂടിയുണ്ട് കേട്ടോ. ഇവിടെ യന്ത്രം എന്നുകൂടിയുണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പൊ ശക്തമായ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു പറഞ്ഞു. അതെന്താ സാറേ ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞത്? അതെന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു അങ്ങനെ പറഞ്ഞത്? കാരണം എല്ലാ ഇന്ത്യക്കാർക്കും അന്ന് മനസ്സിലായി, ഇന്ത്യക്കാരെ സോപ്പിടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമാണിതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു എന്ത് പറഞ്ഞത്? ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് പറഞ്ഞത്. സെറ്റല്ലേ? റെഡിയാണ്. അപ്പൊ നോക്കടാ, ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. എടാ നോക്കൂ, ഇവിടെ ഇവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയും കാര്യമേ ഉള്ളൂ. എന്താ? എടാ നമുക്ക് എന്നാ സ്വാതന്ത്ര്യം ലഭിച്ചേ പറഞ്ഞേ? 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആണ്. പക്ഷെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന എന്നാ? 1950 ജനുവരി 26. അപ്പൊ ഈ ജനുവരി, ഇതെന്താ ഞാൻ ഇങ്ങനെയൊക്കെ പോന്ന? ജനുവരി 26. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ച് നമുക്കൊരു ഭരണഘടനയാകും വരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു 2-2.5 വർഷക്കാലത്തുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ 2-2.5 വർഷക്കാലം ഇന്ത്യയുടെ
നിയമസംഹിതയായിട്ട് മുന്നോട്ട് പോയത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതായത് നമ്മുടെ റിപ്പബ്ലിക്കായി മാറും വരെ നമ്മൾ ഫോളോ ചെയ്തത് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. നമ്മുടെ ഭരണഘടനയിലെ പല കാര്യങ്ങളും നമ്മൾ എന്താണ് കടമെടുത്തിരിക്കുന്നത് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. എടാ സെറ്റായോ? വേഗം പറയൂ, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് റെഡി ആണെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഏത് രീതിയിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രയും സെറ്റാണോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വേഗം പറയൂ. യെസ്, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനൊരു അല്പം വെള്ളം കുടിക്കട്ടെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പം അടുത്തതാണ് ഓഗസ്റ്റ് ഓഫർ. 1940 നൽകിയതാണ് ഓഗസ്റ്റ് ഓഫർ. എടാ, ഈ ഓഗസ്റ്റ് ഓഫർ എന്തിനു വേണ്ടിയായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം നേടുന്നതിനായിട്ട് നൽകിയ ഓഫർ ആയിരുന്നു എന്ത്? ഓഗസ്റ്റ് ഓഫർ. ഈയിടെ ഈ വർഷമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ വർഷമൊക്കെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നോട്ട്ബുക്കിൽ നോട്ട് എഴുതുമ്പോൾ വർഷമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. വർഷമൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ എന്നായിരുന്നു 1940 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടുന്നതിനായിട്ട് കൊണ്ടുവന്ന ഓഫർ ആയിരുന്നു ഓഗസ്റ്റ് ഓഫർ. ഇത് നൽകിയത് 1940 ഓഗസ്റ്റ് 8 ഈ ഓഫർ നൽകിയത്. അപ്പൊ ചോദിക്കും, ഓഗസ്റ്റ് ഓഫർ എന്നാണ് നൽകിയത്? ചോദ്യം വരും, ഓഗസ്റ്റ് ഓഫർ എന്നാണ് നൽകിയത്? ഓഗസ്റ്റ് ഓഫർ 1940. നോക്കൂ, ആ ഡേറ്റ് ഞാൻ ഇവിടെ എഴുതിയിടാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ നൽകിയത്. ഈ ഓഗസ്റ്റ് ഓഫർ നൽകിയപ്പോൾ അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? ലില്ലിത് ഗോ ആയിരുന്നു അന്നത്തെ വൈസ്രോയി. സെറ്റല്ലേടാ? ലില്ലിത് ഗോ, ലില്ലിത് ഗോ, ലില്ലിത് ഗോ. വൈസ്രോയി ലില്ലിത് ഗോ ആയിരുന്നു. അപ്പൊ ഈ ഓഗസ്റ്റ് ഓഫർ എന്തൊക്കെയായിരുന്നു ഓഫറുകൾ എന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തൊക്കെയായിരുന്നു ഓഫറുകൾ എന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒന്ന്, പുത്രികാ രാജ്യപദവി ആയിരുന്നു ആദ്യത്തെ ഓഫർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പുത്രികാ രാജ്യപദവിയോ എന്ത് സാധനം, എന്താണതെന്ന് നിങ്ങൾ ചോദിക്കും. എടാ, ഒന്നുമില്ല. പുത്രികാ രാജ്യപദവി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഭരിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നൽകും, പക്ഷെ ബ്രിട്ടീഷിന്റെ ഒരു കൺട്രോൾ ഉണ്ടാവും. അതാണ് ഈ പുത്രികാ രാജ്യപദവി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പുത്രികാ രാജ്യപദവി. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, പക്ഷെ ഞങ്ങളുടെ ഒരു ഒരു ഭരണം ഉണ്ടാവും, ബ്രിട്ടീഷുകാരുടെ ഒരു കൺട്രോൾ ഉണ്ടാവും, അങ്ങനത്തെ. അതാണ് പുത്രികാ രാജ്യപദവി. ഇനി രണ്ടാമത്തെ ഓഫർ ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം. ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല എന്ന 3 കാര്യങ്ങളായിരുന്നു ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞത്. അപ്പോൾ ഓഗസ്റ്റ് ഓഫറിൽ ആദ്യം പറഞ്ഞു, നമുക്ക് പുത്രികാ രാജ്യപദവി നൽകാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, പക്ഷേ ഞങ്ങളുടെ ഒരു കൺട്രോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾക്ക് ഭരണഘടന നിർമ്മിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശവും തരാം, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല. അന്ന് ഇന്ത്യയിൽ ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഓഗസ്റ്റ് ഓഫറിൽ പറയുകയാണ്. പക്ഷേ ഈ ഓഗസ്റ്റ് ഓഫറും എന്ത് ചെയ്തു? ഈ ഓഗസ്റ്റ് ഓഫറും പാളുന്നു. സത്യം പറയുകയാണെങ്കിൽ പാളി. അതും ഇന്ത്യക്കാരെന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. നിങ്ങളിത് വെറുതെ ഞങ്ങളെ സോപ്പിടാനായിട്ട് കൊണ്ടുവന്ന ഓഫറാണെന്ന് ലില്ലിത് ഗോയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പൊ അങ്ങനെയാണ് ക്രിപ്സ് മിഷൻ എത്തുന്നത്. 1942 ക്രിപ്സ് മിഷൻ എത്തുകയാണ്. 1942 രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ നേടാനായി 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ എത്തുന്നത്. 1942 ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് 8 ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ എത്തുകയാണ്. ഈ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിരുന്നടാ സ്റ്റാഫോർഡ് ക്രിപ്സ്. അന്നത്തെ ഈ ക്രിപ്സ് മിഷൻ എത്തുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനായിട്ടാണല്ലോ ഈ ക്രിപ്സ് മിഷൻ എത്തുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു മക്കളെ വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. പക്ഷേ ഈ ക്രിപ്സ് മിഷനും എന്ത് ചെയ്യാണ്,
നമ്മുടെ സ്റ്റാഫോർഡ് ക്രിപ്സ് അദ്ദേഹം ചെയർമാനായി കൊണ്ടുവരുന്ന ക്രിപ്സ് മിഷൻ അതും പാളുകയാണ്. അത് ഗാന്ധിജി എന്താ പറഞ്ഞത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പൊ ക്രിപ്സ് മിഷനും അവിടെ എന്ത് ചെയ്യാണ്? ഫ്ലോപ്പ് ആവുകയാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് പറഞ്ഞുതരാം. ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്തിനായിരുന്നു ഈ ക്രിപ്സ് മിഷൻ? ക്രിപ്സ് മിഷൻ ഓഗസ്റ്റ് ഓഫർ പാളി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ പിന്തുണ നേടാനായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആളുകളുടെ പിന്തുണ നേടാൻ വേണ്ടിയായിരുന്നു ഈ ക്രിപ്സ് മിഷൻ വന്നത്. ഈ ക്രിപ്സ് മിഷൻ എന്നാ എത്തിയത്? 1942 മാർച്ച് 22 എത്തിയത്. അന്ന് ഈ ക്രിപ്സ് മിഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ആരായിരുന്നു? ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ചോദിക്കാറുണ്ട്, അതാരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു ക്രിപ്സ് ഉണ്ട് എന്ന് ഓർത്താൽ മതി. സ്റ്റാഫോർഡ് ക്രിപ്സ്. അന്ന് ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്, അല്ലെ? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിൽ. റെഡിയാണല്ലോ. അപ്പൊ ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി എന്താ പറഞ്ഞത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ യുദ്ധ അടിസ്ഥാനത്തിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷിൽ പുതിയ പ്രധാനമന്ത്രി വരികയാണ് മക്കളെ. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വരികയാണ്. യുദ്ധ അടിസ്ഥാനത്തിൽ പുതിയ പ്രധാനമന്ത്രിയും പുതിയ വൈസ്രോയും എത്തുകയാണ്. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ആര് വരികയാണ്? ക്ലെമന്റ് ആറ്റ്ലി. അതായത് വിൻസ്റ്റൺ ചർച്ചിൽ, നമ്മുടെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ആ വിൻസ്റ്റൺ ചർച്ചിലിനെയൊക്കെ മാറ്റിക്കൊണ്ട് യുദ്ധ അടിസ്ഥാനത്തിൽ പുതിയ പ്രധാനമന്ത്രി എത്തുകയാണ്. പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ഇപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു വെക്കട. ക്ലെമന്റ് ആറ്റ്ലി എന്നാണ് പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് കേട്ടോ. ക്ലെമന്റ് ആറ്റ്ലി. പുതിയ വൈസ്രോയി എത്തുകയാണ്. പുതിയ വൈസ്രോയിയാണ് വേവൽ പ്രഭു. അപ്പൊ ക്ലെമന്റ് ആറ്റ്ലിയും വരുന്നു, അതോടൊപ്പം തന്നെ വേവൽ പ്രഭുവും വരികയാണ്. അങ്ങനെ വൈസ്രോയി ആയിട്ടുള്ള വേവൽ പ്രഭു ഒരു വേവൽ പ്ലാൻ കൊണ്ടുവരുന്നു. അപ്പൊ ഈ വർഷങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിരുന്നു. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത്, അത് പാളി. അതിനുശേഷം 1942 മാർച്ച് 22 എന്ത് വന്നു? നമ്മുടെ ക്രിപ്സ് മിഷൻ വന്നു. വിൻസ്റ്റൺ ചർച്ചിലില് ചെയർമാനായിട്ട് ആര് വന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്. അത് പാളി. അതിനുശേഷം പുതിയ പ്രധാനമന്ത്രി ഒക്കെ വരുന്നു, ക്ലെമന്റ് ആറ്റ്ലി വരുന്നു, പുതിയ വൈസ്രോയ് വരുന്നു, വേവൽ പ്രഭു വരുന്നു. അപ്പൊ അങ്ങനെ അവരൊരു പുതിയ പ്ലാൻ വരികയാണ്. അതാണ് വേവൽ പ്ലാൻ. ഒരു വേവൽ പ്ലാൻ വരുന്നു. ഈ വേവൽ പ്ലാൻ 1945 വേവൽ പ്ലാൻ വരുന്നത്. അപ്പൊ വേവൽ പ്ലാൻ എന്താണ് നോക്കൂ. വേവൽ പ്ലാൻ 1945 1945 എന്താ വേവൽ പ്ലാൻ വരുന്നത്. ഇപ്പൊ വേവൽ പ്ലാന് എന്താന്ന് വെച്ചാൽ ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള പ്ലാനാണ് വേവൽ പ്ലാൻ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാനാണ് വേവൽ പ്ലാൻ. ഈ വേവൽ പ്ലാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾക്ക് മടുത്തു, അല്ലെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അപ്പൊ സ്വാതന്ത്ര്യം എന്താണ്? ഒരു പെട്ടെന്ന് സ്വാതന്ത്ര്യം തരില്ല, അല്ലെ, പെട്ടെന്ന് ഒരു ദിവസം സ്വാതന്ത്ര്യം തരില്ല. കാരണം എന്താണ് പെട്ടെന്ന് ഒരു ദിവസം സ്വാതന്ത്ര്യം തരില്ല എന്ന് പറഞ്ഞാൽ? അന്ന് രാജ്യഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ. അപ്പൊ പെട്ടെന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഒരുപക്ഷെ രാജ്യഭരണം ഇവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. മാത്രമല്ല അന്ന് ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന രീതി ജനങ്ങൾക്കിടയിൽ അത്ര സുപരിചിതമല്ല. അപ്പൊ ആളുകൾ പെട്ടെന്ന് എന്താണ് അംഗീകരിക്കത്തില്ല. പെട്ടെന്ന് ഒരു തവണ ഇന്ത്യക്കാരെ ഭരിക്കുന്ന രീതി വരുമ്പോൾ ജനങ്ങൾ അത് പക്ഷെ അംഗീകരിക്കില്ല പെട്ടെന്ന് എത്തുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വേവൽ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ വേവൽ പ്ലാൻ എന്താ പറഞ്ഞത്? ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണമെന്നാണ് വേവൽ പ്ലാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, പക്ഷെ പെട്ടെന്ന് സ്വാതന്ത്ര്യം തരില്ല. ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കും, അല്ലെ, ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കും. അപ്പൊ ഇടക്കാല ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒന്നുമില്ല, ഒരാൾ പ്രസിഡന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ പ്രസിഡന്റ് ആയിട്ട് ആര് നിൽക്കും?
ബ്രിട്ടീഷിലെ ഒരാൾ പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ട് അതിൻ്റെ കീഴിൽ ഒരുപാട് വകുപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. ജലവകുപ്പ്, കൃഷി വകുപ്പ്, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ വകുപ്പുകളുടെ മന്ത്രിയായിട്ട് ആരെ എടുക്കും? ഇന്ത്യക്കാരെ എടുക്കും. എന്നിട്ട് അങ്ങനെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചിട്ട് എന്താണ്, ബ്രിട്ടീഷിലെ ഒരു വ്യക്തിയാണ് പ്രസിഡന്റ് ആയിട്ട് വരിക. പിന്നീട് അദ്ദേഹം മാറിയിട്ട് ഇന്ത്യയിലെ ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആയിട്ട് ഈ സ്ഥാനത്തേക്ക് അങ്ങ് കയറ്റും. ആ സംഭവമാണ് ഇടക്കാല ഗവൺമെന്റ്. അതാണ് വേവൽ പ്ലാൻ പറഞ്ഞത്. അപ്പൊ ഈ വേവൽ പ്ലാൻ എത്തുന്നു വേവൽ പ്രഭു വൈസ്രോയി ആയിരിക്കുന്ന കാലഘട്ടത്തില്. അങ്ങനെ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായി വന്ന മിഷനാണ്, വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് എത്തിയ മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് ഈ ക്യാബിനറ്റ് മിഷനാണ്. ക്രിപ്സ് മിഷനും ക്യാബിനറ്റ് മിഷനും മാറിപ്പോവരുതേ. അപ്പൊ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് എത്തിയ മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. അല്ലെങ്കിൽ നമുക്കതിന് മറ്റൊരു പേരാണ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. ക്യാബിനറ്റ് മിഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. ഇത് ഇന്ത്യയിൽ എത്തിയത് 1946 കേട്ടോ. 1946 മാർച്ച് 24 ഇന്ത്യയിൽ എത്തിയത്. ഇത് ഇന്ത്യയിലേക്ക്, ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമ്മുടെ പുതിയ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആരാണ്? വേവൽ പ്രഭു ആണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ വർഷങ്ങൾ ഒരു ചാർട്ട് പോലെ പഠിക്കാം. ഞാൻ വേഗം ഒന്നുകൂടി അതൊന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. 1940 ഓഗസ്റ്റ് 8 എന്ത് വന്നു? ഓഗസ്റ്റ് ഓഫർ വന്നു. 1942 മാർച്ച് 22 എന്താണ് സംഭവിച്ചത്? ക്രിപ്സ് മിഷൻ എത്തി. അതിനുശേഷം 1945 വേവൽ പ്ലാൻ വരുന്നത്. ഈ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് 1946 മാർച്ച് 24 എന്ത് വരികയാണ്? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ എത്തുകയാണ്. അപ്പൊ ആ ഒരു വർഷങ്ങളുടെ ഒരു ചാർട്ട് ഇങ്ങനെയാണ്, ഒന്ന് ഓർത്ത് വെക്കണേ, മറക്കല്ലേ. അപ്പൊ അങ്ങനെ ക്യാബിനറ്റ് മിഷൻ എത്തുമ്പോൾ ആ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ആരൊക്കെയാണ് ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങൾ എന്ന് ചോദിക്കും. 3 പേരാണ്. ഒന്ന് പെത്വിക് ലോറൻസ് ഇതിന്റെ ചെയർമാനായിട്ട്, ക്യാബിനറ്റ് മിഷന്റെ ചെയർമാനായിട്ടുള്ള ആളാണ് പെത്വിക് ലോറൻസ്. പിന്നെ AV അലക്സാണ്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ക്രിപ്സ് മിഷനിൽ ഒരാളുണ്ടായിരുന്നല്ലോ, ക്രിപ്സ് മിഷന്റെ ചെയർമാന് ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്. അദ്ദേഹം ഇതിലും വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇതിലും വന്നോ എന്ന് നിങ്ങൾ ചോദിക്കും. യെസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ഇതിലുമുണ്ട്. റെഡിയാണല്ലോ. അപ്പൊ അങ്ങനെ 3 പേരാണ് നമ്മുടെ എന്താണ് ക്യാബിനറ്റ് മിഷനിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ, ഇത് ബോക്സ് വരച്ച് തന്നെ പഠിച്ചോളൂ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പെത്വിക് ലോറൻസ് ആണ്. പെത്വിക് ലോറൻസ് ഏകദേശം ഇതിന്റെ ചെയർമാനാണ്, ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാനാണ്. AV അലക്സാണ്ടർ ഉണ്ട്. പിന്നെന്താണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ട്. ഈ 3 പേരുമാണ്, ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇനി നോക്കൂ, നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത് 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. എന്താണ്? റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. റെഡിയാണല്ലോ? യെസ്. അപ്പൊ നോക്കടാ, അപ്പൊ 1946 മെയ് 16 എന്ത് ചെയ്യുകയാണ്? റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുക. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ഒന്ന്, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കുക. പിന്നെന്താണ്? ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ എന്താ ഇടക്കാല ഗവൺമെന്റ് എന്ന്. പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കുക. ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞ കാര്യങ്ങൾ. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയ ഭരണഘടന, ഫെഡറൽ ഗവൺമെന്റ്, ഇടക്കാല ഗവൺമെന്റ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നോക്കിയേ, അങ്ങനെ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച പദ്ധതി അനുസരിച്ച് എന്താ സംഭവിച്ചത്? ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച പദ്ധതി അനുസരിച്ച്, ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിരുന്നോണം, കുറച്ച് സീനായിട്ടുള്ള പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇത്രയും കുറച്ച് സീനാണ് ഞാൻ പറയാം, നോക്കൂ. അപ്പൊ ക്യാബിനറ്റ് മിഷൻ പ്രകാരം
ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിച്ചു. ഏകദേശ അനുപാതം 1:10 ലക്ഷം. എന്താ സംഭവം? എടാ, നമുക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം. എന്നാലേ ഭരണഘടന രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ഒരു സഭ രൂപീകരിക്കണ്ടേ? അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കുറെ അംഗങ്ങൾ വേണമല്ലോ. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി അന്ന് ഇന്ത്യയിൽ പ്രവിശ്യകളും ഉണ്ട്. അന്ന് ഇന്ത്യയിൽ എങ്ങനെയാന്ന് വെച്ചാൽ പ്രവിശ്യകളുണ്ട്, അതോടൊപ്പം തന്നെ നാട്ടുരാജ്യങ്ങളുണ്ട്, നാട്ടുരാജ്യങ്ങളുടെ കൂട്ടങ്ങളുണ്ട്. നാട്ടുരാജ്യം, പിന്നെ നാട്ടുരാജ്യത്തിന്റെ കൂട്ടം, നാട്ടുരാജ്യം മെയിനായിട്ട്. അപ്പം പ്രവിശ്യയിൽ നിന്ന് നാട്ടുരാജ്യത്തിൽ നിന്നും ജനസംഖ്യ ആനുപാതികമായിട്ട്, അല്ലെങ്കിൽ ഒരു ജനസംഖ്യയുടെ റേഷ്യോ വെച്ച് നമുക്കിപ്പോൾ ഇന്ത്യയിലെ എല്ലാ ആളുകളെയും വിളിച്ച് നമുക്ക് ഭരണഘടനാ സഭ നിർമ്മാണ സഭ രൂപീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ MLA ഒക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ നമ്മുടെ ഒരു മണ്ഡലത്തിൽ ഒരു MLA നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ജനങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലല്ലേ എന്ന് പറയുന്ന പോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രവിശ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രവിശ്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ജനസംഖ്യ ആനുപാതികമായിട്ട്, അതായത് 10 ലക്ഷം ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യും? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാവും. 10 ലക്ഷം ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം ആകും. ആ രീതിയിലാണ് 1:10 ലക്ഷം. അത് ആ റേഷ്യോ ആണ്, ഏകദേശ അനുപാതമാണ്. ആ രീതിയിലായിരിക്കും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അത് ആ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടാണ്. ഇനി നോക്കൂ, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ ആനുപാതികമനുസരിച്ച് സിഖ്, ജനറൽ, മുസ്ലിം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ അതിൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ വേണ്ടേ? എന്നാലല്ലേ എല്ലാം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കുള്ള ആളുകളും വേണം, റെപ്രസെൻറ്റേറ്റീവും വേണം. അപ്പം അതുകൊണ്ട് സിഖ്, മുസ്ലിം, ജനറൽ എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ ഈ സീറ്റുകൾ വീതിച്ച് നൽകുകയാണ്. അപ്പം സിഖ് വിഭാഗം, അപ്പം ആ സിഖ് വിഭാഗത്തിൽ 10 ലക്ഷം സിഖ് ആളുകളിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യും? ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക്. അപ്പൊ സിഖ്, മുസ്ലിം, ജനറൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കിടയിൽ സീറ്റുകൾ വീതിച്ച് നൽകാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളിലെയും ആളുകൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടാവും. അപ്പൊ സിഖ്, മുസ്ലിം, ജനറൽ എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ സീറ്റുകൾ വീതിച്ച് നൽകി. റെഡിയാണല്ലോ? ഇത് പ്രവിശ്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത്, കൃത്യമായിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒരു പക്ഷെ തല കറങ്ങി വീഴാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞു തരാൻ. നോക്കൂ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അപ്പൊ നിങ്ങൾ തല കറങ്ങും, അല്ലെങ്കിൽ ചോദിക്കും എന്ത് തേങ്ങയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ടെൻഷൻ ആവാതെ ഞാൻ പറയാം. ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. സിമ്പിളായിട്ട് സംഭവം സെറ്റാക്കി തരാം. നോക്കൂ, നമ്മുടെ പ്രവിശ്യയുണ്ട്. അപ്പൊ ഈ പ്രവിശ്യയിൽ ആളുകളെ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തണം. അപ്പൊ അന്ന് നമുക്കറിയാലോ, 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പുണ്ട്. പരോക്ഷ തിരഞ്ഞെടുപ്പും പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ഉണ്ട്. അതായത് എല്ലാ ജനങ്ങളും വോട്ട് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്? എല്ലാ ആളുകളും വോട്ട് ചെയ്തിട്ടുള്ള പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മൾ പ്രസിഡന്റിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പൊ നമ്മളിവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ആളുകളെ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരു പരോക്ഷ തിരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ആളുകളെ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഈ പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചല്ലോ. ഇലക്ഷനൊക്കെ നടത്തി
നമ്മൾ ആദ്യമായിട്ട് എന്താണ് തിരഞ്ഞെടുപ്പ് നടത്തി പ്രവിശ്യ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചല്ലോ. ആ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ത് ചെയ്തു? പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പൊ ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പരോക്ഷ തിരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പരോക്ഷ തിരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയാണ് അതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് എന്താണ് ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ഇവിടെ ഞാനത് പറയാൻ പോയാൽ നിങ്ങൾക്ക് ആകെ അത് കൺഫ്യൂഷൻ ആകും. നിങ്ങൾക്ക് ആകെ നിങ്ങൾ എന്ത് ചെയ്യും, തല കറങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് തന്നെ ക്ലാസ് വെക്കുന്നുണ്ട്, ക്ലാസ് ഉണ്ട്, ഒന്ന് എടുത്താലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഇപ്പം നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം? ഇപ്പം നിങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ പരോക്ഷ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. സെറ്റ്, അത് മതി. അപ്പൊ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ, അതായത് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ, ആ സഭയിലെ അംഗങ്ങൾ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും ഇവിടെ വോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ആ സഭയിലെ അംഗങ്ങൾ അവരവരുടെ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പ്രവിശ്യകൾ മാത്രമല്ലല്ലോ, നാട്ടുരാജ്യങ്ങളും ഉണ്ടല്ലോ. നാട്ടുരാജ്യങ്ങളിൽ അപ്പൊ എങ്ങനെ ഇലക്ഷൻ ആണോ നടത്തിയത്? നാട്ടുരാജ്യത്തിൽ ഇലക്ഷൻ അല്ല നടത്തിയത്. പിന്നെന്താണ് നടത്തിയത്? നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാനും തീരുമാനിച്ചു. അപ്പൊ നാട്ടുരാജ്യത്തിൽ നിന്ന് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും, കൂടിയാലോചിച്ച് തീരുമാനിക്കും. പക്ഷെ പ്രവിശ്യയിൽ നിന്നുള്ള ആളുകൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. ആ സഭയിലെ അംഗങ്ങൾ അവരവരുടെ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയാണ് നമ്മൾ. റെഡിയാണല്ലോ? അപ്പൊ നമ്മൾ ഇനി അതിന്റെ കണക്കുകളിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. റെഡിയല്ലേ? ഇത്രയും സെറ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കണക്കുകളിലേക്ക്, ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കണക്കുകളിലേക്ക് പോവാം. റെഡിയല്ലേ? നോക്കണം. അപ്പൊ നിങ്ങൾ ആ വർഷങ്ങൾ മറക്കരുത്, വർഷങ്ങൾ വേണേ. ഞാനതൊരു എന്താണ് ഒരു കഥ പോലെ നിങ്ങളിലേക്ക് ആ വർഷങ്ങൾ എത്തിക്കണം എനിക്ക്. 1940 പറഞ്ഞ ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ കൊടുത്തു. 1942 മാർച്ച് 22 എന്ത് വന്നു? നമ്മുടെ ക്രിപ്സ് മിഷൻ വന്നു. 1945 വേവൽ പ്ലാൻ എന്താന്ന് കൂടി എഴുതിയേക്കാം അല്ലെ. വേവൽ പ്ലാൻ വന്നു. വേവൽ ഓക്കെ, വേവൽ പ്ലാൻ എത്തി. 1946 മാർച്ച് 24 ഇപ്പോൾ എന്ത് വന്നത്? ക്യാബിനറ്റ് മിഷൻ വന്നത്. കാര്യങ്ങളെല്ലാം തീർപ്പാക്കാനായിട്ട് ക്യാബിനറ്റ് മിഷൻ വന്നു. ഈ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്തത്? റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇത്രയും വർഷം നിങ്ങൾ സെറ്റ് ചെയ്തൊന്ന് വെക്കണേ. നോക്കൂ, ഇനി നമുക്ക് കണക്കുകളൊന്ന് പറയാം. പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെയും നാട്ടുരാജ്യത്തിലെയും എല്ലാം കൂടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ടോട്ടൽ അംഗങ്ങൾ, ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389 പേരാണ്. എത്ര പേരാണ്? 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ. ഈ 389 പേരിൽ എങ്ങനെയാണ് ഈ 389 പേര് വന്നത്? പ്രവിശ്യയിൽ നിന്നുള്ള ആളുകളുമുണ്ട്. ഈ 389 പേരിൽ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങളുമുണ്ട്, നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആളുകളുമുണ്ട്. പ്രവിശ്യയിൽ നിന്ന് 296 പേര് പ്രവിശ്യയിൽ നിന്നുണ്ട്. എന്താണ് പ്രവിശ്യയിൽ? ഇതെന്താ ചരിഞ്ഞത്? നോക്കൂ, നമുക്ക് സെറ്റാക്കാം.
അപ്പൊ പ്രവിശ്യയിൽ നിന്ന് എത്ര പേരുണ്ട്? എടാ പ്രവിശ്യയിൽ നിന്ന് 296 പേര്. നാട്ടുരാജ്യത്തിൽ നിന്ന് എത്ര പേരുണ്ട്? 93 പേരുണ്ട്. അങ്ങനെയാണ്. അപ്പൊ പ്രവിശ്യയിൽ നിന്നും നാട്ടുരാജ്യത്തിൽ നിന്നൂടെ കൂട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിയത്. അപ്പം ഈ പ്രവിശ്യ തന്നെ 2 തരത്തിലുള്ള പ്രവിശ്യ അന്നുണ്ടായിരുന്നു. 2 തരത്തിലുള്ള പ്രവിശ്യ അന്നുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള പ്രവിശ്യ? അന്ന് നിലനിന്നിരുന്ന 2 തരത്തിലുള്ള പ്രവിശ്യ ഏതൊക്കെയാണ്? എടാ വൈസ്രോയുടെ പ്രവിശ്യയുമുണ്ട്, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രവിശ്യ തന്നെ 2 തരത്തിലുണ്ട്. അതിലൊന്ന് വൈസ്രോയുടെ പ്രവിശ്യയുണ്ട്, പിന്നെ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുണ്ട്. വൈസ്രോയുടെ പ്രവിശ്യയുമുണ്ട്, ചീഫ് കമ്മീഷണറുടെ എന്താണ് പ്രവിശ്യയുമുണ്ട്. അതിൽ ഈ വൈസ്രോയുടെ പ്രവിശ്യയിൽ നിന്ന് 292 ആളുകളെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളാക്കി. ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേരെയാണ്, 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യകളാണ്. അതായത് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യ എത്രയാണ്? 4 ആണ്. റെഡിയാണല്ലോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 389 ആളുകൾ എത്തി. അത് 389 ആളുകളിൽ 296 അംഗങ്ങൾ പ്രവിശ്യയിൽ നിന്ന് വന്നു, 93 നാട്ടുരാജ്യത്തിൽ നിന്ന്. നോക്കൂ, ആ 296 93 അല്ലേ? അപ്പൊ 296-ല് 292 വൈസ്രോയി പ്രവിശ്യയും 4 ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയുമാണ് അല്ലേ? അപ്പൊ 292 വൈസ്രോയി പ്രവിശ്യയും 4 ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയും. കാരണം അന്ന് പ്രവിശ്യ 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, 2 തരത്തിലുള്ള പ്രവിശ്യ അന്ന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വൈസ്രോയി പ്രവിശ്യയും പിന്നെ ചീഫ് കമ്മീഷണർ പ്രവിശ്യയുമാണ്. അപ്പൊ ഓർക്കുക, ഏതൊക്കെയാണ് 4 ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യ? ഒന്ന് അജ്മീർ, ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. ഏതൊക്കെയാണ്? അജ്മീർ, ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. അപ്പൊ അജ്മീർ, ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി എന്ന 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യകൾ ഇതൊക്കെയാണ്. നിങ്ങൾ എ ബി സി ഡി എന്ന് പഠിച്ചു വെക്കുക. എ ബി സി ഡി എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത് 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യയാണ്. ഇത് 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യയാണ്. റെഡിയാണല്ലോ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാവടാ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ അംഗങ്ങൾ 389. ഈ 389 അംഗങ്ങളിൽ 2 തരത്തിലാണ്. ഒന്ന് പ്രവിശ്യയിൽ നിന്ന് 296 പേരും നാട്ടുരാജ്യത്തിൽ നിന്ന് 93 പേരും. ഈ പ്രവിശ്യയിൽ നിന്ന് 296 പേരുണ്ടല്ലോ, അതില് പ്രവിശ്യ 2 തരത്തിലുള്ള പ്രവിശ്യ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ വൈസ്രോയി പ്രവിശ്യയിൽ നിന്ന് 292 പേരും ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യ അജ്മീർ, ബാലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. ഇത്രയും സെറ്റാണോ? ഇത്രയും സെറ്റ് ആക്കണേ. നോക്കൂ, അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് 296 അംഗങ്ങളാണ് പ്രവിശ്യയിൽ നിന്ന് എത്തിയത് അല്ലേ? അപ്പൊ നമുക്കറിയാം പ്രവിശ്യയിൽ നിന്ന് 296 പേരെത്തി. ആ 296 പ്രവിശ്യയിൽ നിന്ന് എത്തിയ ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എവിടെയായിരുന്നു? കോൺഗ്രസിൽ നിന്നാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് 208 പേര് കോൺഗ്രസിൽ നിന്ന് പ്രവിശ്യ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കോൺഗ്രസിൽ നിന്ന് 208 പേരും മുസ്ലിം ലീഗിൽ നിന്ന് 73 പേരും മറ്റുള്ളവർ 15-മാണ്. സെറ്റാ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവര് 15-മാണ്. റെഡിയല്ലേ? അപ്പൊ 208 പേര് കോൺഗ്രസിൽ നിന്നും INC-യിൽ നിന്നും 73 മുസ്ലിം ലീഗിൽ നിന്നും 15 പേർ മറ്റുള്ളവരും. അപ്പം ടോട്ടൽ പ്രവിശ്യയിൽ നിന്ന് 296 പേരുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയില്. പ്രവിശ്യയിൽ നിന്ന് 296 പേരുണ്ട്. അതിൽ തന്നെ പ്രവിശ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എവിടെ നിന്നാണ്? INC-യിൽ നിന്നാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ. അങ്ങനെ 208 പേര് കോൺഗ്രസിൽ നിന്ന് അംഗങ്ങളായിരുന്നു. 73 മുസ്ലിം ലീഗും മറ്റുള്ളവർ 15-മാണ്. ഇത്രയും സെറ്റായില്ലേടാ? ഇത്രയും റെഡിയായില്ലേ? ഇത്രയും റെഡിയായി. ഇനി നോക്കൂ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 208 കോൺഗ്രസ് അംഗങ്ങളും 73 മുസ്ലിം ലീഗ് അംഗങ്ങളും പിന്നെ 15 മറ്റുള്ളവരുമാണ്. പ്രവിശ്യയുടെ കാര്യമാണ് പറയുന്നത്. 296 പേര് പ്രവിശ്യയിൽ നിന്ന്, അതിൽ 298 INC അംഗങ്ങളായിരുന്നു. ഓക്കെ, ഇനി നോക്കൂ,
അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതായത് ഇങ്ങനെ ചോദിക്കും, വിഭക്ത ഇന്ത്യക്ക് വേണ്ടി വിഭക്ത ഇന്ത്യക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ തെറ്റാണ്. കാരണം എന്താണ്? അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്താണെടാ? അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. നോക്കടാ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. നോക്കൂ, പരോക്ഷ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മുടെ പ്രവിശ്യ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആ പരോക്ഷ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏത് ടൈപ്പാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമെന്നും പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ പറയാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് ഒരു ടോപ്പിക്കാണ്, നമ്മുടെ ഒരു ടോപ്പിക്ക്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം ഒരു ടോപ്പിക്ക്. അപ്പം ഞാൻ ആ ടോപ്പിക്ക് പറയുമ്പോൾ അവിടെ പറയാം, ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണേ. ഓക്കെ. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഒരു രൂപരേഖ തയ്യാറാക്കിയായിരുന്നു, അതൊരു റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചായിരുന്നു. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. റെഡിയാണല്ലോ? ക്യാബിനറ്റ് മിഷന്റെ ആ രൂപരേഖ അടിസ്ഥാനമാക്കി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇത്രയും വരെ സെറ്റായോ? ഇനി നമ്മൾ കുറെ വർഷങ്ങൾ പഠിക്കാൻ പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റും നമ്മൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തിയറി പോലെയാണ് ഇതൊക്കെ നമ്മൾ ഈ പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യങ്ങളില്ല, ഇതിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ കൂടുതൽ ഡേറ്റുകൾ നിങ്ങൾ കുറച്ചുകൂടി ഓർത്ത് വെക്കുക. നമ്മൾ ഡേറ്റുകൾ നമുക്കിനി സെറ്റാക്കാൻ പോവാണ്. നോക്കൂ, നമ്മൾ ഇനിയും പറയാൻ പോകുന്ന മുഴുവനും 1946 കാര്യങ്ങളാണ്. റെഡിയാണല്ലോ? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്, സാറേ 1946 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്തൊക്കെയാ പഠിച്ചത്? ഞാൻ പറയാം. 1946 മാർച്ച് 24 എന്ത് വന്നത്? ക്യാബിനറ്റ് മിഷൻ എത്തിയത്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ എത്തുകയും ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയ് 16 അവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപ്പം 1946 2 ഡേറ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചു. 1946 2 ഡേറ്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ബാക്കി ഡേറ്റുകൾ, ഇഷ്ടംപോലെ ഡേറ്റുകൾ നമുക്ക് പഠിക്കാം. ഡിസംബർ 6, അതായത് 1946 ഡിസംബർ 6. ആ ഡിസംബർ 6 എന്താ സംഭവിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ രൂപീകരിച്ചു. അപ്പൊ ഇത്രയും അംഗങ്ങളെ, ഈ 389 അംഗങ്ങളെ 296 പ്രവിശ്യയിൽ നിന്നും 93 നാട്ടുരാജ്യത്തിൽ നിന്നും അങ്ങനെ ടോട്ടൽ 389 അംഗങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ് 1946 ഡിസംബർ 6 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഉണ്ടാവുകയാണ്. അപ്പൊ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനം? നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഡിസംബർ 6 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഉണ്ടാവുകയാണ് അല്ലേ? അപ്പം ആദ്യ സമ്മേളനം ഉണ്ടാവുന്നു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. അപ്പൊ ആദ്യ സമ്മേളനത്തിലേക്ക് എത്തിയപ്പോൾ ഒരാള് ഇതിനെല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കണ്ടേ? അപ്പൊ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. നോക്കടാ, JB കൃപലാനിയാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത്. കാരണം ഇദ്ദേഹം അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അന്നത്തെ INC പ്രസിഡന്റ് ആയിട്ടുള്ള JB കൃപലാനിയാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത്. അന്ന് ഡിസംബർ 9 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനം കൂടിയപ്പോൾ ഒരു താൽക്കാലിക അധ്യക്ഷൻ
ഉണ്ടായിരുന്നു. ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തതാണ് സച്ചിദാനന്ദ സിൻഹ. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ടാണ് ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അന്ന് നമുക്കറിയാം, അന്ന് വീണ്ടും എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. കാരണം നമുക്ക് ഭരണഘടനയല്ല ഇപ്പൊ ആവശ്യം, നമുക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവർ 207 പേർ മാത്രമായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര ടോട്ടൽ ആകെയുള്ള അംഗങ്ങൾ എത്ര? 389. എടാ 389 പേരിൽ 207 പേർ മാത്രമാണ് ആദ്യ സമ്മേളനത്തിൽ, ഡിസംബർ 9 നടന്ന ആദ്യ സമ്മേളനത്തിൽ 207 പേർ മാത്രമാണ് പങ്കെടുത്തത്. ആ 207 പേരിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവർ 207 പേർ, അതിൽ 9 വനിതകൾ. ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവർ 207 പേരാണ്, അതിൽ 9 വനിതകളുണ്ട്. ആദ്യ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണ്? ആദ്യ മീറ്റിംഗ് നടന്നത് ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചാണ്. ഇത്രയും കാര്യം സെറ്റായോ? വേഗം പറയടാ, വേഗം പറയൂ, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഈ രീതി ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. ഏതെങ്കിലും മാറ്റങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ക്ലാസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. 1946 ഇതാണ് നമ്മുടെ മെയിൻ വർഷം, ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന വർഷം. ഇതില് നോക്കടാ, ആദ്യം മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ വന്നു. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് റിവിഷൻ ചെയ്യിപ്പിക്കുന്നത് ഒരു കൺഫ്യൂഷനും കൂടാതെ നിങ്ങളുടെ തലയിൽ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ക്ലാസ്സിൻ്റെ സമയം കൂടും, എനിക്കതറിയാം. പക്ഷെ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ഇത് പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പറയുന്നത്. ഓക്കെ, മെയ് 16 റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിസംബർ 6 ആദ്യമായിട്ടുള്ള സമ്മേളനമാണ്. ഡിസംബർ 6 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയായിരുന്നു ചെയ്തത്. ഡിസംബർ 9 നമ്മൾ ആദ്യമായിട്ടുള്ള സമ്മേളനം നടത്തി. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടത്തി. ആ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയായിരുന്നു JB കൃപലാനി. അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹ വരികയാണ്. സച്ചിദാനന്ദ സിൻഹ വരുന്നു. താൽക്കാലിക അധ്യക്ഷൻ, സഭയിലെ പ്രായം കൂടിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇത് നടന്നത്, ഈ ആദ്യ മീറ്റിംഗ് ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടന്നത്? ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ചാണ് നടന്നത്. പാർലമെന്റ് ഹാൾ ഓഫ് ഡൽഹി അല്ലേ, സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ് വെച്ചാണ് നടന്നത്. അപ്പം ഡൽഹി പാർലമെന്റ് ഹാളിൽ വെച്ച് നടക്കുന്ന ആദ്യ സമ്മേളനത്തിൽ 207 പേർ പങ്കെടുത്തു. ആ 207 പേരിൽ 9 വനിതകൾ. ഇത്രയും മനസ്സിലായോ? ഇത്രയും ഉള്ളൂ. ഈ സ്ലൈഡ് ഞാൻ കൊടുത്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ സ്ലൈഡ് ഉണ്ട്, അത് നോക്കി നിങ്ങൾ നോട്ട് എഴുതുകയും കൂടി ചെയ്യണേ. ഇനി നോക്കണേ, അടുത്ത വർഷം ഡിസംബർ 11 എന്താ സംഭവിച്ചത്? നമുക്കൊരു താൽക്കാലിക അധ്യക്ഷൻ വെച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഇത് ഇന്നോ നാളെയോ തീരുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയെ ഒരുപാട് സമ്മേളനം കൂടേണ്ടതുണ്ട്, ഒരുപാട് മീറ്റിങ്ങുകൾ കൂടേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ കോടീകരിക്കാനായിട്ട് ഒരു സ്ഥിര അധ്യക്ഷൻ എന്തായാലും വേണം അല്ലെ. നമുക്ക് ഇന്ന് സഭ രൂപീകരിച്ചു, നാളെ ഭരണഘടന എഴുതി വെക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചർച്ചകളും മീറ്റിങ്ങുകളും വേണം. അത് കോർഡിനേറ്റ് ചെയ്യാൻ ആര് വേണം? സ്ഥിര അധ്യക്ഷൻ വേണം. അപ്പൊ ഡിസംബർ 11 തന്നെ, അതായത് ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് നമ്മൾ കൂടിയല്ലോ. ഡിസംബർ 11 തന്നെ എന്ത് ചെയ്തു? നമ്മൾ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. എന്താണ്? സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മൾ എന്ത് ചെയ്യാണ്? തിരഞ്ഞെടുക്കുകയാണ്. എന്നാണ് നമ്മൾ തിരഞ്ഞെടുത്തത്? ഡിസംബർ 11. ഇനിയും ഈ സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. ഇനി അദ്ദേഹത്തിന് എല്ലാ ദിവസവും വരാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിനും
എടാ പനി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ചില മീറ്റിങ്ങുകൾ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഉപാധ്യക്ഷന്മാർ വേണം. അപ്പം ഉപ അധ്യക്ഷന്മാരായിട്ട് 2 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഒന്ന് HC മുഖർജിയും, ഒന്നാരാണ് HC മുഖർജി, പിന്നെ VT കൃഷ്ണമാചാരി. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും ഇവരാരാണ്? നമ്മൾ ഉപാധ്യക്ഷന്മാരായി തിരഞ്ഞെടുത്തവരാണ്. ഉപ അധ്യക്ഷന്മാര് ആരൊക്കെയാണ്? 2 പേര്. ഒന്ന് HC മുഖർജി, VT കൃഷ്ണമാചാരി. ഒന്നുകൂടെ പറഞ്ഞേടാ, HC മുഖർജി, VT കൃഷ്ണമാചാരി. HC മുഖർജി, VT കൃഷ്ണമാചാരി. ഇനിയും നിയമ ഉപദേശകനായിരുന്നു ആര്? എടാ നമുക്കറിയാം ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നിയമ സംഹിതയാണ്. അപ്പം ഈ 389 ആളുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ്. അപ്പം ഇവർക്ക് കൃത്യമായ നിയമങ്ങൾ ഒരുപക്ഷെ നമുക്ക് എന്താണ് അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പം നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നിയമ ഉപദേശകൻ വേണം. അപ്പം നിയമ ഉപദേശകനായിരുന്നു ആര്? BN റാവു. BN റാവു നിയമ ഉപദേശകനായിരുന്നു ആര്? BN റാവു. ഇനി സെക്രട്ടറി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ആരാണ്? വേഗം പറഞ്ഞേ സെക്രട്ടറി. സെക്രട്ടറി HVR അയ്യങ്കാർ. HVR അയ്യങ്കാർ. സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ. പാട്ട് പോലെ പഠിക്കണം പുള്ളിയുടെ പേര് കേട്ടോ. അപ്പൊ HVR അയ്യങ്കാർ ആണ് സെക്രട്ടറി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി, നിയമ ഉപദേശകനായി BN റാവു. BN റാവു നിയമ ഉപദേശകൻ. പിന്നെ സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാർ. റെഡിയാണല്ലോ? സെക്രട്ടറി ആയി HVR അയ്യങ്കാർ. ഇനിയും നമുക്കറിയാം ഈ ഭരണഘടനാ നിർമ്മാണ സഭ അതിനോടൊപ്പം തന്നെ നമ്മുടെ INCയിൽ ഒരു പാരലൽ കമ്മിറ്റി രൂപീകരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 389 ആളുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് പല സമുദായത്തിലും പെട്ട ആളുകളാണ് ഈ സഭയിലുള്ളത്. അപ്പൊ ഇവരുടെ എല്ലാം ഐഡിയ വെച്ചുകൊണ്ട് ഇവരുടെ എല്ലാം ഇത് വെച്ചുകൊണ്ട് ഇവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഒരു ഭരണഘടന നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ആ ചർച്ചകൾ ഒരുപാട് നീളാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ INCയിൽ ഒരു പാരലൽ കമ്മിറ്റി രൂപീകരിച്ചു. അതെന്തിനാണ് INCയിൽ ഒരു പാരലൽ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് എഴുതി വെക്കാനും, നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അവിടെ അവതരിപ്പിക്കേണ്ടത്, സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാരലൽ കമ്മിറ്റി INCയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പാരലൽ കമ്മിറ്റി പ്രകാരം ആ പാരലൽ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ സംഭവം, ഈ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്താനുള്ള പ്രമേയം. നമ്മുടെ ലക്ഷ്യം എന്താ? ഭരണഘടന രൂപീകരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു പാരലൽ കമ്മിറ്റി INCയിൽ ഉണ്ടായിരുന്നെന്ന്. ആ പാരലൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ആ പാരലൽ കമ്മിറ്റി തീരുമാനിച്ച കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അതിനെയാണ് നമ്മൾ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷ്യപ്രമേയം എന്താണ്? ജവഹർലാൽ നെഹ്റു ഡിസംബർ 13, അപ്പൊ ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13 ഇത്രയും ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 13 ലക്ഷ്യപ്രമേയം പാസ്സാക്കി. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അതായത് ഈ സഭാ അംഗങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇനി ആ സഭാ അംഗങ്ങളെല്ലാം ഇത് അംഗീകരിക്കണം, എങ്കിൽ മാത്രമേ ഈ ലക്ഷ്യപ്രമേയം പാസ്സാവുകയുള്ളൂ അല്ലേ? അപ്പൊ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ഡിസംബർ 13. ഇത്രയും സെറ്റായോ? ഇത്രയും സെറ്റാണെന്ന് വേഗം പറ. ഒന്നുകൂടി പറയാം. ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം. എനിക്ക് റിവിഷൻ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഒന്നുകൂടി ഞാൻ പറയാം. ഡിസംബർ 6 നമ്മൾ സഭ രൂപീകരിച്ചു. 1946 കേസാണ് ഇനി പറയുന്നത്. ഡിസംബർ 9 നമ്മൾ ആദ്യ കമ്മിറ്റി. ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായിട്ട് നമ്മൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷന്മാർ 2 പേരാണ്, HC മുഖർജി, VT കൃഷ്ണമാചാരി. ഡിസംബർ 13 നമ്മൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം ആരാ അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. റെഡിയാണല്ലോ? യെസ്. ഇനി നമ്മൾ അടുത്തതാ ഈ ഒരു സ്ലൈഡ് കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 1947 നമ്മൾ കിടക്കുകയാണ്.
അപ്പൊ 1947 ജനുവരി 22 നമ്മൾ ഓർത്തോ. 1940 ഓർക്കണേ, 1946 ഡിസംബർ 13 ഒരു സംഭവം നടന്നു. എന്താ എടാ, ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എങ്കിൽ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത്. കാരണം എല്ലാ അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കുകയാണ്, സഭ പാസ്സാക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്താണ്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പം എന്താണ് ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കറിയാം എന്താണ്, ഉയർത്താനായിട്ട് നമുക്കൊരു പതാക ഉണ്ടാവണം. അത്രയും നാള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച പതാക എന്ന് പറയുന്നത് INCയുടെ പതാകയാണ്. അപ്പൊ ആ INCയുടെ പതാക അല്ലാതെ മറ്റൊരു പതാക വേണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു പതാക വേണം എന്ന് പറയുകയാണ്. അങ്ങനെ ജൂലൈ 22 പതാക അംഗീകരിക്കുകയാണ്, ദേശീയ പതാക അംഗീകരിക്കുകയാണ്. സഭ ദേശീയ പതാക അംഗീകരിക്കുകയാണ്. കാരണം എടാ, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പൊ അതിന് ഒരു മാസം മുമ്പെങ്കിലും നമ്മുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് ജൂലൈ 22 തന്നെ എന്ത് ചെയ്യാണ്, ദേശീയ പതാക അംഗീകരിക്കുകയാണ്. അങ്ങനെ ഓഗസ്റ്റ് 14 നമ്മുടെ വിഭജന ശേഷം ആദ്യമായി സമ്മേളിക്കുകയാണ്. വിഭജനം നടക്കുകയും തുടർന്ന് വിഭജന ശേഷം ആദ്യമായി സമ്മേളിക്കുകയും ചെയ്തത് ഓഗസ്റ്റ് 14. ഈ തീയതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വർഷം, ഇത്രയും തീയതികൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ വേഗം ഒന്ന് റിവിഷൻ ചെയ്യട്ടെ, ആദ്യം മുതലൊന്ന് വേഗം തീയതികൾ റിവിഷൻ ചെയ്യട്ടെ. എളുപ്പമാണ്. 1940 ഓഗസ്റ്റ് 8 നമ്മുടെ ഓഗസ്റ്റ് ഓഫർ കൊടുത്തു. ഓഗസ്റ്റ് 8 അത് നമ്മുടെ നമുക്കറിയാം ആരാണ് അത് നൽകിയതെന്നുള്ള കാര്യങ്ങൾ അറിയാം. ഓഗസ്റ്റ് ഓഫർ ലിലിത്ഗോ നമ്മുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്നു, ലിലിത്ഗോ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അല്ലേ. 1942 മാർച്ച് 22 നമ്മുടെ ക്രിപ്സ് മിഷൻ, സ്റ്റാഫോർഡ് ക്രിപ്സ് ചെയർമാനായിട്ടുള്ള ക്രിപ്സ് മിഷൻ. 1945 വേവൽ പ്രഭു വരികയാണ്, വേവൽ പ്ലാനുമായിട്ട്. അന്ന് പുതിയ പ്രധാനമന്ത്രിയും എത്തുന്നു, ക്ലെമന്റ് ആറ്റ്ലിയും എത്തുന്നു. 1946 വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി വരികയാണ്. ക്യാബിനറ്റ് കമ്മിറ്റി എന്നാ വന്നത്? മാർച്ച് 24. മെയ് 26 1946 ഇനിയിപ്പോ 46 കേസാ പറയുന്നത്. മെയ് 16 റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് നടത്തുന്നു. അതിൽ JB കൃപലാനി ആദ്യമായി അഭിസംബോധന ചെയ്യുന്നു. സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി നിയമിക്കുന്നു. ഡിസംബർ 11 ഒരു സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും ഉപ അധ്യക്ഷന്മാരായി HC മുഖർജി, VT കൃഷ്ണമാചാരി. അങ്ങനെ ഡിസംബർ പിന്നെ നിയമ ഉപദേശകനുണ്ട് കേട്ടോ, BN റാവു. പിന്നെ സെക്രട്ടറി ഉണ്ട് HVR അയ്യങ്കാർ. അതൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോണേ. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം പാസ്സാക്കുകയാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. പിന്നീട് 1947 വർഷങ്ങളാണ്, നിങ്ങൾ ഡേറ്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. 1 ജനുവരി 22 ജനുവരി 22 എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രമേയം സഭ പാസ്സാക്കുന്നു. പിന്നെ ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നു. പിന്നെ ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് പിറ്റേ ദിവസം വിഭജന ശേഷം ആദ്യമായി സമ്മേളിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ. അപ്പൊ നമ്മൾ ഓൾറെഡി 4 വീഡിയോസുകളായിട്ട് നമ്മൾ പഠിച്ച ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, ബേസിക്സ്, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി, അത് നമ്മൾ ഇന്നൊന്ന് റിവിഷൻ ചെയ്യുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. ഇന്ന് ശരിക്കും ഒരു റിവിഷൻ ഡേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു റിവിഷൻ ഡേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയും നേരം ഈ ഫുൾ ക്ലാസ് കണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവർ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളാണ്, അവർ അത്രയും ക്ഷമയുള്ള ആളുകളാണ്, അത്രയും ലക്ഷ്യമുള്ള ആളുകളാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകും. ഇതിൻ്റെ കണ്ടിന്യൂറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇവിടെ കൊണ്ട് തീരുകയല്ല, ഇനിയും കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. ഇടയ്ക്ക് ഇതുപോലെ റിവിഷൻ സെക്ഷനും നടത്തും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവരോടുമുള്ള താങ്ക് യു അറിയിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.